ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖമാണ് കേട്ടോ. ഇന്ന് തീയതി 12 ഇന്ന് എനിക്കൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പം അത് നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. കാരണം ഇന്ന് ഞാൻ പാലക്കാട് നിന്നും എറണാകുളത്തേക്ക് പോവുകയാണ്. ഒരു കോൺവെക്കേഷൻ സെറിമണി ഉണ്ടായിരുന്നു. സോ ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അതിൻ്റെ സെറിമണിക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം അച്ഛനാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത്. 5:20 കേട്ടോ ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 4:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്, ബാച്ച്മേറ്റാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതേ ഉള്ളൂ. സോ റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്നാണ് പറഞ്ഞത്. പുള്ളിയും പാലക്കാടുകാരിയാണ് കേട്ടോ. ആൻഡ് ഞങ്ങളിത് ട്രെയിനിന് വെയിറ്റ് ചെയ്യുകയാണ്. ആ കുട്ടീനെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. സോ ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. ട്രെയിൻ 30 മിനിറ്റ്സ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ മേടിക്കാൻ പോയതാണ്. കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയിരുന്നു, ചൂടൊന്നും ആയിരുന്നില്ല കേട്ടോ. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ തണുപ്പുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. സോ ഞങ്ങളിത് ഈ ചായയൊക്കെ വാങ്ങിച്ചിട്ട് ഓൾറെഡി ചായ വീട്ടിൽ നിന്ന് കുടിച്ചു. ബട്ട് അവിടെ നിന്ന് ഒന്നുകൂടെ കുടിക്കാമെന്ന് വിചാരിച്ച്, ട്രെയിൻ ലേറ്റ് ആണല്ലോ, അപ്പം കുടിക്കാമെന്ന് വിചാരിച്ച് കുടിക്കുകയാണ്. അങ്ങനെ ഇതേ ഞങ്ങൾ ട്രെയിനൊക്കെ കയറി. ചെറിയൊരു സ്ഥലം, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, കണ്ടാലും അറിയാലോ. അപ്പം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഞാൻ ഇരിക്കുന്ന കുറച്ച് സ്ഥലത്താണ് ഞങ്ങൾ 2 ആളെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. സോ ഒറ്റപ്പാലം ആ ഒരു ടൈം അവിടെ എത്തുന്ന സമയത്ത് മഴ വന്നിട്ടു, നല്ല മഴയായിരുന്നു. സോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പേടിച്ചു കോളമാവോ എന്നൊക്കെ വിചാരിച്ചു. വലിയ കൺവെൻഷൻ സെൻറ്ററിലൊക്കെയാണ്, പക്ഷേ നമ്മളെന്തെങ്കിലും നനയോ അല്ലെങ്കിൽ അവിടെ എത്താൻ ബുദ്ധിമുട്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൺഫ്യൂഷനായി. പക്ഷെ കുഴപ്പമില്ല. ഞാൻ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവളോട് വിളിച്ച് ചോദിച്ചു അവിടെ മഴയുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞത് നൈറ്റ് മാത്രം മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം. ആൻഡ് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ മഴ കുറഞ്ഞ് പെയ്യുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ കൂടുതൽ പെയ്യുന്നുണ്ട്. അങ്ങനെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഏകദേശം തൃശ്ശൂർ ആ ടൈമൊക്കെ, തൃശ്ശൂർ കഴിഞ്ഞ് ചാലക്കുടി ആ ഒരു ടൈമൊക്കെ എത്തുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. പക്ഷേ അപ്പോഴത്തേക്കും എനിക്ക് വേറെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം തൃശ്ശൂരിലൊക്കെ കുറച്ച് പേര് ഇറങ്ങി. അപ്പോൾ വേറൊരു സ്ഥലം വിൻഡോ സീറ്റിനടുത്ത് തന്നെ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ഇരുന്നിട്ടായിരുന്നു പിന്നെ വീഡിയോ പിടുത്തമൊക്കെ. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു എന്താ പറയുക, ട്രെയിൻ പാളത്തിന് ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സ്മെല്ലൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ജനറൽ കോച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. ലാസ്റ്റ് മിനിറ്റിൽ നമ്മളിങ്ങനെ എടുത്തത് കൊണ്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ ആലുവയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആലുവയിലായിരുന്നു ട്രെയിൻ ഇറങ്ങേണ്ട പ്ലേസ്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വെയിറ്റിംഗ് ഹാളിൽ പോയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടാണ് കയറിയത്. കുഴപ്പമില്ലായിരുന്നു, AC ആയിരുന്നു. വെയിറ്റിംഗ് ഹാൾ 30 റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും അവിടെ നമ്മളുടെ ഒരു ബാച്ച്മേറ്റിനെ കണ്ടായിരുന്നു. ബാച്ച്മേറ്റ് അല്ല, നമ്മൾ അവിടെ തന്നെ പഠിക്കുന്നത്. ഞങ്ങൾ HA6 ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി HA9 ആയിരുന്നു. സോ ഞങ്ങൾ അവിടെ നിന്ന് റെഡി ആയിട്ടോ, ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറ്റി ക്ലീനപ്പായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നല്ല കട, ശരവണഭവൻ തന്നെയാണ്, വെജ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വെജ് അങ്ങനെ കടയിൽ കയറിയിട്ടോ. കടയിൽ കയറിയത് ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്ലെയിൻ ദോശ, ഗീ റൈസ് ആയിരുന്നു. ഗീ ദോശയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. വടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിച്ചു നോക്കിയപ്പോൾ കാണുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള ദോശ. മിക്കവാറും ഞങ്ങളിതായിരിക്കും പുറത്ത് പോകുമ്പോൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഓർഡർ ചെയ്തത്. മസാല ദോശ തന്നെ ഒന്ന് മാറ്റി പിടിച്ചതാണ്, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊരു പറവൂർക്ക് പോകുന്ന ഒരു ബസ്സാണ്. കുറച്ചൊരു 20 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ ആലുവയിൽ നിന്ന്. 20-30 മിനിറ്റ്സ് ഉണ്ട് ആലുവയിൽ നിന്ന് പറവൂർക്ക്. അതുകൊണ്ട് തന്നെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും
അങ്ങനെ സീറ്റൊക്കെ പിടിച്ച് ഞങ്ങളിതേ പോവുകയാണ് കേട്ടോ. ഇത് ആലുവ പാലാണ്. നല്ല രസമുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ മേലെ കൂടെയൊക്കെ പോകുമ്പം ഞാൻ മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നൊസ്റ്റാൾജിക് മൊമെൻ്റൊക്കെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനത് ഞങ്ങൾ പ്ലേസ് എത്തി, ചേന്നമംഗലം പ്ലേസ് എത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എവിടേക്ക് പോവേണ്ടത് എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് കുറച്ച് പേര് മുമ്പിൽ കുറച്ച് പേര് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നടന്നു കേട്ടോ. അവിടെ കുറച്ച് നല്ല എന്താ പറയുക ക്രൗഡായിട്ടുള്ളൊരു ഏരിയ തന്നെയായിരുന്നു. അങ്ങനെ ടൗണിൽ നിന്ന് മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷേ ക്രൗഡായിട്ടുള്ളൊരു ഏരിയ തന്നെയായിരുന്നു. ഇത് ഞങ്ങൾ സ്ഥലത്തെത്തി വലിയൊരു സണ്ണി കൺവെൻഷൻ സെൻ്റർ ആയിരുന്നു. വലിയൊരു എന്താ പറയുക ബിൽഡിംഗ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങളവിടെ കയറി നല്ല ഭയങ്കര എന്താ പറയുക ആങ്സൈറ്റി ഒക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും ഫുഡ് അങ്ങനെ ഇങ്ങനെ ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പോയപ്പം അവർ കൗണ്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു 3-4 ബാച്ചിൻ്റെ പ്രോഗ്രാമാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങളത് അവിടെ പോയിട്ടാണ് അറിഞ്ഞത്. ഞങ്ങളുടെ അടുത്ത് HI6 മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ HI6, 7, 8, 9 ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടായിരുന്നു ഈ ഒരു കോൺവെക്കേഷൻ സെറമണി. സോ പക്ഷേ ഫാമിലീസും ഒക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്രൗഡായിരുന്നു. രജിസ്ട്രേഷൻ ആയാലും ഒരു 7-8 കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സെക്കൻഡ് കൗണ്ടറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ എത്തിയതും സ്ഥലമൊന്നും കണ്ടുപിടിക്കാൻ അത്രയ്ക്ക് അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല രീതിക്ക് തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നിറയെ അവിടെ എന്താ പറയുക ജോലി ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു. PROs ആയാലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ടീമിൽ നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് പാസും അല്ലെങ്കിൽ എൻട്രി പാസും ഒക്കെ അവിടെ നിന്നാണ് തരിക. അപ്പോൾ ഞങ്ങളവിടെ പോയി അവിടെ നിന്ന് ഫുഡ് പാസും എൻട്രി പാസും ഒക്കെ വാങ്ങിച്ചു. അതുപോലെ തന്നെ കോൺവെക്കേഷൻ്റെ ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ആ കോട്ടൊക്കെ ഉണ്ടാവുമല്ലോ. സോ അത് ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഈ ഒരു കുട്ടിയാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇത് പേര് ഇതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ എന്നൊക്കെ ചോദിച്ചത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് മീൻസ് എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ അമ്പിളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയും ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൂപ്പണൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 135 ആണ് നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം S ആണല്ലോ. അപ്പോൾ ലാസ്റ്റാണ്. ഇതാണ് ഈ പേരിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് പെന്നുസൂചിയും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കൂപ്പണും കോട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നമ്മളുടെ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സാറ് നമ്മളെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സാറിനായിരുന്നു നമ്മൾ കൂടുതലായിട്ടും ഇതാക്കിയിട്ടുണ്ടായിരുന്നത്, വിളിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സാറിനൊരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഒക്കെയാണ് ഞാൻ നമ്മളുടെ ഹാളിലേക്ക് പോയത്. അതിനിടയിൽ നമ്മൾ ആ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ മേലെ പോയിട്ട് ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ മേലെ തന്നെയല്ലേ ഇടാനുള്ളത്. സോ അതങ്ങനെ മേലെ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയി. നല്ല രീതിക്ക് അനുസരിച്ചിട്ടായിരുന്നു അവരവിടെ സെറ്റ് ചെയ്തിട്ടും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും കണ്ടു അവരവിടുന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ പാസ്സാവാൻ തുടങ്ങി. ഇതാണ് കേട്ടോ ഹാള്. നല്ല ഹാളായിരുന്നു, നല്ല വലിയ ഹാളായിരുന്നു. പക്ഷേ ഈ ഹാളിൽ ഇരിക്കാനുള്ള ഒരു 1500 ആൾക്ക് ഇരിക്കാമെന്ന് തോന്നുന്നു ഒരു ഹാളിൽ. സോ അത്രയും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളായാലും വലിയവരായാലും ഫാമിലി മീൻസ് ഓരോ കുട്ടിയുടെ കൂടെ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചി ഏട്ടൻ അങ്ങനെയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അവിടുത്തെ ടീംസാണ് അതൊക്കെ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഡിറ്റഡ് വേർഷൻ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. സോ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയല്ല മീൻസ് ഞങ്ങളവിടെ പോയി അവിടെ സ്ഥലം പിടിച്ച് ഇരുന്നു കേട്ടോ. അതിനിടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് താഴെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് പോയതാണ്. അവിടെ ചായയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ
അപ്പോഴായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ചായ കുടിച്ചാൽ ഫുഡ് കഴിക്കാനൊക്കെ ലേറ്റാവും. അപ്പോഴത്തേക്കും ഒരു 10-10:30 ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു, 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കാം, നല്ല വെള്ളദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും അവർ ഫോട്ടോ എടുക്കാനായിട്ട് താഴെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്പിളി എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ തന്നെ നിന്ന് ഞങ്ങൾ താഴെ വരേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് 152 കുട്ടികളൊക്കെ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കൽ സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറ്റി നിർത്തി നല്ല രീതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഫോട്ടോയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായേ. അപ്പം എൻ്റെ പല കൂട്ടുകാരെയും എനിക്ക് ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് കുറച്ച് കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടും പിന്നെ നമ്മളുടെ ടീച്ചേഴ്സിനെ കാണലും അതൊരു സർപ്രൈസിങ് മൊമെൻ്റായിരുന്നു. നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ടീച്ചേഴ്സിനെ കാണുക എന്നുള്ളതൊരു വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്രയും ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. മീൻസ് അത്രയും ടീച്ചേഴ്സല്ല, ഒരു 4 ടീച്ചർ ആണ് നമ്മൾ. പക്ഷേ ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറിനെ കണ്ടില്ല കേട്ടോ. അതൊരു വലിയ നഷ്ടമാണ്. ജോബി സാർ ഞങ്ങളുടെ ഈ ഒരു സെറിമണിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ സെറിമണിക്ക് ഇവരുടെ തന്നെ ഒരു HA5 സെറിമണിക്ക് സാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിൽ സാർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷായിരുന്നു സാർ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇംഗ്ലീഷ് എടുത്തതിനെ കാട്ടി സാറിൻ്റെ മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നല്ലൊരു നല്ല രീതിക്ക് അനുസരിച്ച് സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞങ്ങളെ ബാക്കിലേക്ക് നിർത്തി, മീൻസ് അവിടെ നിർത്തിയിട്ട് വേറെ ഗ്രൂപ്പിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പ്രൈസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് മേലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പേര് ഉണ്ടായിരുന്നു. അപ്പം ഹോൾ ഓപ്പൺ ചെയ്യാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവരൊക്കെ ഞങ്ങളെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അവരെയായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഓൾറെഡി ഞാൻ കുറച്ച് വിട്ടുപോയി, ബാക്കിയുള്ള ആൾക്കാരിനെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് ഇത്രയും ആൾക്കാർ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു 3rd റോയിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല വലിയൊരു പ്രോഗ്രാമായിരുന്നു. ഇതാണ് ആങ്കർ എന്ന് പറയുന്നത് കേട്ടോ. സോ ആങ്കർ മീൻസ് അവർ ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. It's indeed a matter of proud privilege of you to welcome you all to the convocation ceremony of June Bag Hospital Administration of Smart Street HU Consultancy. Once again, I welcome you all to the wonderful event. Let's begin this amazing ceremony with a huge round of applause. അതിൽ ആദ്യത്തേത് നമ്മുടെ അധ്യാപികമാരുടെ ഒരു നൃത്തമാണ്. അനീഷ്, ശ്യാം, നിതീഷ്, അഖിൽ PC എന്നിവർ സ്റ്റേജിലോട്ട് വരേണ്ടതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ടീച്ചർമാരുടെ ഡാൻസ് ആണ്. അത് 5 മിനിറ്റ് സ്റ്റേജ് ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി വരും. ഓക്കെ.
99%. Best performer. ഈ കാണുന്നത് ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനൊരു സെറമണിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും 99% മാർക്കൊക്കെ വാങ്ങിച്ച് ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി, ആ ഒരു മെഡലൊക്കെ കിട്ടിയപ്പം അത് ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇൻസ്റ്റഗ്രാം ചാനലിലേക്ക് വേണ്ടി ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് ഫുഡ്, അത് മെയിനാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു 1:30 ആയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് ഞാൻ പ്രതീക്ഷിച്ചത്രയും പോരാ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജസ്റ്റ് ചോറും പിന്നെ നമുക്ക് അപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ചിക്കൻ്റെ ചാറും പിന്നെ ബീഫ് ഞാൻ കഴിക്കില്ലായിരുന്നു, പക്ഷേ എനിക്കിത് ബീഫാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷേ അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മോരുകറിയാണ്, ഒരു മാങ്ങയൊക്കെ ഇട്ട ഒരു മോരുകറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പുറത്ത് പോയിട്ട് ക്യാബേജ് തോരൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പിക്കിളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും വാങ്ങിച്ചു. പക്ഷേ ബീഫ് ഞാൻ കഴിച്ചില്ല, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ലേറ്റായി. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ KSRTC പിടിച്ച് ആലുവയിലെത്തിയിട്ടോ. ആലുവയിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് ട്രെയിനിനാണ് ഞങ്ങൾ പോകുന്നത്. ട്രെയിനിൽ വന്നിറങ്ങി, ഒലോക്കോട് വന്നിറങ്ങി. പിന്നീട് അവിടെ നിന്ന് ഒലോക്കോട് നിന്ന് ഞാൻ എൻ്റെ സ്ഥലത്തോട്ട് കോങ്ങാടോട്ട് ബസ് കയറി. ബസ്സിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പിന്നെ അച്ഛൻ പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് പിക്ക് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇത് ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് എനിക്ക് പ്രൗഡ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു, അല്ലെങ്കിൽ പ്രൗഡ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് തന്നിട്ടുള്ളൊരു ഡേ ആയിരുന്നു. എന്തായാലും ഈ ഒരു ഡേ ഞാൻ എന്തായാലും മറക്കില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ബൈ ഓൾ. താങ്ക് യു.